എല്ലാവർക്കും ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാവർക്കും ഒരു നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് പരിപാടിയിലേക്ക് കടക്കാം. ഇന്ന് 1201 ആണ്ട് തുലാമാസം 13-ാം തീയതി 30/10/2025 വ്യാഴാഴ്ച. ഇന്ന് നല്ല ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് ഒരുപാട് നല്ല കാര്യങ്ങൾ പല കൂറുകാർക്കും നടക്കുന്ന ഒരു ദിവസമായിരിക്കും. ആദ്യമായി നമുക്ക് മേടരാശിക്കാരുടെ ഫലം നോക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, കാലം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്. പ്രതീക്ഷകളുടെ ദിവസമാണ്. പല പ്രതീക്ഷകളും സഫലീകരിക്കുമെന്ന് ഉറപ്പ് കിട്ടുന്ന ദിവസമാണ്. അന്യദേശത്ത് ജീവിക്കുന്നവർക്കും അന്യദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ വളരെ അനുകൂലമായ ദിവസമായിരിക്കും. അപ്രതീക്ഷിതമായ ബന്ധുക്കളുടെ സഹായങ്ങൾ മൂലം സാമ്പത്തിക ക്ലേശങ്ങൾക്കൊരു പരിധി ഉണ്ടാകുന്ന ദിവസമാണ്. അതേപോലെ റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വസ്തു കച്ചവടത്തിന് സാധ്യത തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും. ഇന്ന് ജലത്തിലും ഉള്ള ജലക്രീഡ അല്ലെങ്കിൽ ജലത്തിലൂടെയുള്ള യാത്ര, ബോട്ട്, വെള്ളം ഒക്കെ ഉപയോഗിച്ചുള്ള യാത്ര, അല്ലെങ്കിൽ അതുള്ള വാട്ടർ റിക്രിയേഷൻ, അല്ലെങ്കിൽ ബോട്ടിലുള്ള യാത്ര, ഇതൊക്കെ ഇന്ന് ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അധികാരത്തിലിരിക്കുന്നവർക്കും അധികാര പരിധിയിലിരിക്കുന്നവർക്കുമൊക്കെ ചില ആരോപണ വിധേയമായ സബ്ജക്റ്റുകൾ കൈകാര്യം ചെയ്യേണ്ടിയും മനപ്രയാസം ഉണ്ടാകേണ്ടതൊക്കെ കാണുന്നു. വളരെ ശ്രദ്ധിച്ച് മുൻപോട്ട് പോവുക. ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാത്തിനും പരിഹാരം. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്. ഗുണാധിക്യമാണ് കാണുന്നത്. പ്രതീക്ഷിച്ചിരുന്ന പല കാര്യങ്ങളും നടപ്പിലാക്കും എന്നുള്ള ഒരു പുതിയ അറിയിപ്പ് കിട്ടുകയും വളരെ സന്തോഷകരമായൊരു ദിവസമായിരിക്കുകയും ചെയ്യും. പ്രഭാതം മുതൽ രാത്രി വരെയുള്ള സമയങ്ങളിൽ എപ്പോഴും സന്തോഷം തന്നെയായിരിക്കും കാണുന്നത്. അതേപോലെ പിരിഞ്ഞുപോയ ആൾക്കാരെല്ലാം തിരിച്ചു വരാനായിട്ട് സാധ്യതയുണ്ട്. അകന്നവർ അടുക്കുമ്പോഴും അടുക്കുന്നവൻ അകലുമ്പോഴും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാവരെയും സ്നേഹത്തോടു കൂടി മുൻപോട്ട് പോവുക. അവരവരുടെ രഹസ്യങ്ങൾ കൈമാറാതെ ഇരിക്കുക. ശുദ്ധമായ മനസ്സോടുകൂടി ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. ഇതാണ് ചെയ്യേണ്ടത്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്ന് വളരെ അനുകൂലമായ ഒരു സാഹചര്യം വന്നു ചേരുന്നതാണ്. അധികാരത്തിലിരിക്കുന്ന ആളുകൾക്ക്, ഉള്ള ജോലികൾ ചെയ്യുന്നവർക്കൊക്കെ ഇന്ന് വളരെ സമാധാനം നിറഞ്ഞ ഒരു ദിവസമായിരിക്കും. പുതിയ പ്രോജക്റ്റുകൾ വന്നു ചേരുന്ന ദിവസമായിരിക്കും. ബിസിനസ്സുകാർക്ക് ഇന്ന് വളരെ ലാഭം ലഭിക്കുന്ന ദിവസമാണ്. സന്താനങ്ങളെക്കുറിച്ച് വളരെ ആശ്വാസകരമായ മാനസികാവസ്ഥയിലേക്ക് എത്താൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറുകാർക്ക് ഇന്ന് താരതമ്യേന മെച്ചപ്പെട്ട ഒരു ദിവസമായിരിക്കും. എന്നാൽ ജോലിസ്ഥലത്ത് ധാരാളം ജോലികൾ, വർക്ക് ലോഡ് കൂടിക്കിടക്കുന്നതായിട്ടും നമ്മൾ ഉഴപ്പിയതുകൊണ്ട് ചില വാണിങ്ങുകളൊക്കെ ലഭിക്കാനുമൊക്കെ സാധ്യതയുണ്ട്. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് അത് അധികരിക്കാനുള്ള സാധ്യത കാണുന്നു. എന്നാൽ സാമ്പത്തികമായി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ കുറയുകയും നമുക്ക് സഹായിക്കാനായിട്ട് ആരെങ്കിലും എത്തിച്ചേരുകയൊക്കെ ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നതാണ്. പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്താനും പുതിയ ജീവിത പങ്കാളിയെ കണ്ടെത്താനും ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ്. വിവാഹാദി കാര്യങ്ങളിൽ വളരെ നല്ല ഒരു തീരുമാനം കൈക്കൊള്ളുന്ന ദിവസമായിരിക്കും. അതേപോലെ കമിതാക്കൾക്കും അനുകൂലമായൊരു ദിവസമാണ് ഇന്ന്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വൈകുന്നേരത്തോടുകൂടി പ്രശ്നങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാൻ സാധ്യതയുണ്ട്. മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, കർഷകർക്ക് ഒക്കെ ഇന്ന് അനുകൂലമായൊരു ദിവസമായിരിക്കും. ചില പ്രകൃതി ദുരന്തങ്ങൾക്ക് സാധ്യത കാണുന്നതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി എല്ലാവരും മലയുടെ കീഴിലോ കടലിൻ്റെ അടുത്തോ ഒക്കെ താമസിക്കുന്നവരൊക്കെ പെരുമാറേണ്ടതാണ്. ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാത്തിനും അനുകൂലം. അതുകൊണ്ട് ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല്, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും. വളരെ അനുകൂലമായ നിന്നിരുന്ന സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമാകുന്നതായിട്ട് അനുഭവപ്പെട്ടേക്കാമെങ്കിലും വൈകുന്നേരത്തോടു കൂടി അതെല്ലാം ശുഭകരമായി പര്യവസാനിക്കുന്നതാണ്.
പുതിയ കരാറുകളിൽ ഏർപ്പെടാനിരിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമാണ്. സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നവർക്ക്, സാമ്പത്തിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്ന് വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും. വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക്, വാഹനം ഓടിക്കുന്നവർക്കൊക്കെ ഇന്ന് വളരെ അനുകൂലമായ ദിവസമായിരിക്കും. അതേപോലെ വാഹനങ്ങൾ എടുത്ത് കച്ചവടം നടത്തുന്നവർക്ക്, ടൂർസ് ആൻഡ് ട്രാവൽസ് നടത്തുന്നവർക്കൊക്കെ ഇന്ന് വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും. സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്കും ഇന്ന് അനുകൂലമായൊരു ദിവസമാണ്. വിവാഹത്തിന് ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ നീങ്ങിക്കിട്ടുന്നതായിട്ട് അനുഭവപ്പെടാവുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ രക്തവാതം, വാതം, ആർത്രൈറ്റിസ് തുടങ്ങിയ അസുഖങ്ങൾ ഉള്ള ആളുകൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളൊക്കെ അധികരിക്കാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. അതിന് ഉചിതമായ ഔഷധ സേവയും അതേപോലെ തന്നെ പ്രാർത്ഥനയുമാണ് എല്ലാത്തിനും അനുകൂലമായിട്ടുള്ളത്. അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. എന്നാൽ അപ്രതീക്ഷിതമായി കിട്ടാൻ മുടങ്ങിക്കിടന്നിരിക്കുന്ന ധനം കയ്യിൽ വന്നു ചേരാനായിട്ട് സാധ്യതയുണ്ട്. വളരെ സന്തോഷത്തോടു കൂടി ചില കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതാണ്. വസ്തു വിൽക്കാനിട്ടിരിക്കുന്നവർക്കും അനുകൂലമായ ചില മറുപടികൾ ലഭിക്കുന്നതാണ്. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലാഭം ലഭിക്കുന്ന ദിവസമാണ്. പ്രത്യേകിച്ച് ലോഹനിർമ്മിതമായ വസ്തുക്കൾ, വെള്ളി, ചെമ്പ് ഒക്കെ കച്ചവടം നടത്തുന്ന വ്യക്തികൾക്ക് വളരെ അനുഗ്രഹമുള്ള, വളരെ ലാഭകരമായൊരു ദിവസമായിരിക്കും. എന്നാൽ വൈകുന്നേരത്തോടു കൂടി സഹപ്രവർത്തകരുമായിട്ടോ അല്ലെങ്കിൽ സ്വന്തം സ്റ്റാഫുകളുമൊക്കെ ആയിട്ടോ ചില തർക്കങ്ങളും വഴക്കുകളുമൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അത് ഭാവിയിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ വളർച്ചയെ പരോക്ഷമായി ബാധിക്കുന്നതായതുകൊണ്ട് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക. അമിതമായ ദേഷ്യം മൂലം ചിലപ്പോൾ ചില നഷ്ടങ്ങൾ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. ചില കരാറുകൾ മുടങ്ങിപ്പോകാനും സാധ്യത കാണുന്നു. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഈ ദിവസം അത്ര ഗുണകരമായിരിക്കുകയില്ല. പെട്ടെന്ന് പ്രകോപിതരായി തിരിച്ച് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാനും അവർക്ക് പ്രശ്നങ്ങളുണ്ടാകാനുമൊക്കെ സാധ്യത കാണുന്നതുകൊണ്ട് ആത്മനിയന്ത്രണത്തോടു കൂടി തന്നെ മുൻപോട്ട് പോവുക. എല്ലാ വിഭാഗക്കാരെയും ഇതേപോലെ ബാധിക്കുന്നതാണ്. എന്നാൽ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വലുതായ തകരാറുകൾ കാണുന്നില്ല. അടുത്തതായി നമുക്ക് കന്നിക്കൂറിൻ്റെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരേര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ഉദരരോഗമോ ചില ഒടിവോ ചതവോ മുറിവോ പെട്ടെന്നുണ്ടാകുന്ന സർജറിയോ ഒക്കെ ഉണ്ടാകാനുള്ള സാഹചര്യമൊക്കെ തെളിഞ്ഞു വരുന്നു. ശാരീരികമായ ക്ലേശങ്ങൾ മൂലം പീഡ അനുഭവിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. എന്നാൽ ഉത്തമമായ ഔഷധ സേവ കൊണ്ട് അസുഖങ്ങളൊക്കെ സുഖപ്പെടുന്നതാണ്. അല്ലാത്ത പക്ഷം കുറച്ച് അനുകൂലമായ ദിവസമായിരിക്കും. ബന്ധുമിത്രാദികളുടെ സഹകരണവും സഹായവും എത്തിച്ചേരുന്ന ദിവസമായിരിക്കും. ചില നക്ഷത്രക്കാർക്ക് വേർപാടിൻ്റെ വേദന അനുഭവിക്കാനായിട്ട് സാധ്യത കാണുന്നു. ശുഭകരമായ രീതിയിൽ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുവാനായി മാക്സിമം ശ്രമിക്കേണ്ടതാണ്. അതേപോലെ റിട്ടയർ ചെയ്തിരിക്കുന്ന ആളുകൾക്ക് ചില അസുഖങ്ങൾ പ്രത്യക്ഷപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഷുഗർ തുടങ്ങിയ അസുഖങ്ങളുള്ളവർ, പ്രഷർ തുടങ്ങിയ അസുഖങ്ങളുള്ളവരൊക്കെ കൃത്യമായി മരുന്ന് കഴിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് വീട്ടുകാരുടെ ചുമതലയാണ്. അതേപോലെ ഇന്ന് വീട്ടമ്മമാർക്കും അത്ര അനുകൂലമായൊരു ദിവസമായിരിക്കില്ല. പൊള്ളലോ മുറിവോ ചതവോ ഒടിവോ ഒക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ കുട്ടികളുടെ കാര്യത്തിൽ വളരെ സന്തോഷം അനുഭവിക്കാനും അപ്രതീക്ഷിതമായ കുട്ടികളുടെ വിജയത്തിൽ സമാധാനിക്കാനുമൊക്കെ പറ്റിയ ഒരു ദിവസമായിരിക്കും ഇന്ന്. ഈശ്വര പ്രാർത്ഥന അനിവാര്യമാണ്. ഈശ്വര പ്രാർത്ഥനകളിലൂടെ മുൻപോട്ട് പോവുക. എല്ലാ കാര്യത്തിനും പരിഹാരമുണ്ടാകുന്നതാണ്. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരേര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമാണ്. ബിസിനസ്സുകാർക്ക് വളരെ ഗുണകരമായൊരു ദിവസമായിരിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് വളരെ അനുകൂലമായ ദിവസമായിരിക്കും. കലാസാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ വളരെ അനുകൂലമായ
സന്തോഷകരമായ ഒരുപാട് ദിവസമാണ് ഇന്ന്. അതേപോലെ വളരെയധികം അംഗീകാരം ലഭിക്കാനും സാധ്യതയുള്ള ദിവസമാണ്. എന്നാൽ ചില നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ചില ശകാരങ്ങളോ വാണിങ്ങോ ഒക്കെ കിട്ടാനായിട്ട് സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മുൻപോട്ട് പോവുക. ദോഷകരമായ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ആത്മനിയന്ത്രണം കൈക്കൊള്ളേണ്ടത് ആവശ്യമാണ്. എല്ലായ്പ്പോഴും എല്ലാവരുടെ മാനസികാവസ്ഥ ഒരുപോലെ ആയിരിക്കുകയില്ലല്ലോ. അപ്പോൾ ചില സന്ദർഭത്തിൽ നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായി വരാം. അവർക്ക് അവരുടേതായ ചില ബുദ്ധിമുട്ടുകളുണ്ട് ഉള്ളതുകൊണ്ടാണ് നമ്മോട് ഇപ്രകാരം ദേഷ്യപ്പെടുന്നത് എന്ന് ഓർത്ത് നമ്മൾ സമാധാനിക്കുക. സന്തോഷകരമായ ഒരുപാട് മുഹൂർത്തങ്ങൾ വരാനിരിക്കുന്നുവെന്ന ഉള്ള വാർത്തകൾ നമുക്ക് ലഭിക്കുന്നതാണ്. ഉറ്റവരുടെ വിവാഹം അല്ലെങ്കിൽ വിവാഹ നിശ്ചയം, വിദേശത്ത് പോക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്രകാരത്തിൽ കാണുന്നത്. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ ഒരാഴ്ചയാണെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. ദൂരയാത്രയ്ക്കോ ബന്ധുസമാഗമത്തിനോ ഒക്കെ സാധ്യതയുണ്ട്. സന്താനങ്ങളിൽ നിന്ന് വളരെ സഹകരണം പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ ചില സുഹൃത്തുക്കളുമായി ഇടയേണ്ടതായിട്ടുള്ള ചില സാഹചര്യം വന്നു ചേരാനായിട്ട് സാധ്യതയുണ്ട്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വഴക്ക് ഒഴിവാക്കാനായിട്ട് സാധ്യത കാണുന്നില്ല. വളരെ ആത്മനിയന്ത്രണത്തോടു കൂടി നിങ്ങൾ മുൻപോട്ട് പോകേണ്ടതാണ്. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായൊരു ദിവസമാണ്. എഴുത്തുകാർക്ക് വളരെ നല്ലൊരു ദിവസമായിരിക്കും. എന്നാൽ IT മേഖലയുള്ളവർക്ക് സംഘർഷം നിറഞ്ഞ വലിയ ഭാരമുള്ള ജോലി വന്ന് ഭവിക്കുന്നത് കൊണ്ട് മാനസികമായി സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. വിദേശത്ത് നിന്ന് പിരിഞ്ഞു വന്നിട്ടുള്ളവർ പുതിയ ബിസിനസ്സിൽ തുടങ്ങാനായിട്ട് ആരംഭം കുറിക്കുന്ന ദിവസമായിരിക്കും ഇന്ന്. വളരെ ശ്രദ്ധയോടുകൂടി ബിസിനസ് ചെയ്യുക. നമ്മുടെ സമൂഹം നിങ്ങളിവിടുന്ന് പോയതുപോലെയുള്ളതല്ല. തിരിച്ചു വരുമ്പോൾ മറ്റൊരു രീതിയിലുള്ള സംസ്കാരമാണ് ഇവിടെ ഉടലെടുത്തിട്ടിരിക്കുന്നത് എന്നുള്ളത് ഒന്ന് പഠിച്ചിട്ട് വേണം ഏതെങ്കിലും പദ്ധതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അതുപോലെ ജലസമ്പത്തുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായിരിക്കും. ഫ്ലൈറ്റ് അല്ലെങ്കിൽ എയർപോർട്ട് അങ്ങനെയൊക്കെ ഉള്ള വിഭാഗങ്ങളുമായി ബന്ധപ്പെടുന്നവർക്കും വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും. വെർട്ടിഗോയുടെ ശല്യമുള്ളവർക്ക് അതിന്ന് അധികരിക്കാനായിട്ട് സാധ്യതയുണ്ട്. തലകറക്കം മൂലം കഷ്ടപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. മൈഗ്രെയിൻ ഉള്ളവർക്ക് ഇന്നത് വർദ്ധിക്കുന്നതായിട്ട് കാണുന്നു. ഉചിതമായ വൈദ്യസഹായം തേടേണ്ടത് അത്യാവശ്യമാണ്. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. അതേപോലെ മുട്ടിന് ക്ഷതമേക്കുന്ന ഒരു ദിവസമാണ്. അത് വളരെ ശ്രദ്ധിച്ചാൽ അത് ഒഴിവാക്കാവുന്നതാണ്. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം. ചില ആരോപണങ്ങൾക്കും അപവാദങ്ങൾക്കുമൊക്കെ വിധേയരാകാനായിട്ട് സാധ്യതയുണ്ട്. സ്ത്രീകളുമായിട്ടുള്ള എല്ലാ കൂട്ടുകെട്ടുകളിൽ നിന്നും ഇന്നത്തെ ദിവസം ഒഴിഞ്ഞു നിൽക്കുന്നത് വളരെ നന്നായിരിക്കും. അതുമൂലം ഭാവിയിലേക്ക് തീർത്താൽ തീരാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യത കാണുന്നു. കമിതാക്കൾക്ക് ഏറ്റവും വിപരീതമായൊരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ പങ്കാളികൾക്ക് ചിലർ നമ്മുടെ തെറ്റായ നടത്തം മൂലമോ അല്ലെങ്കിൽ തെറ്റായ അപ്രോച്ച് മൂലം അല്ലെങ്കിൽ പങ്കാളിയോട് വേണ്ട രീതിയിൽ സ്നേഹപ്രകടനങ്ങൾ നടത്താതിരിക്കുന്നത് കൊണ്ടോ സംശയങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ തെറ്റായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് എന്തെങ്കിലും അവിവേകം കാണിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് എല്ലാവരെയും സന്തോഷിപ്പിച്ച് മുൻപോട്ട് പോവുക. ആഹാരാദി കാര്യങ്ങൾക്ക് ഇന്ന് മുടക്കം വരുന്ന ദിവസമായിരിക്കും. ശാരീരിക ക്ലേശങ്ങൾക്കും സാധ്യത കാണുന്നു. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്. എന്നാൽ ദോഷാധിക്യമാണ് കാണുന്നത്. ശാരീരിക ക്ലേശങ്ങൾ വർദ്ധിക്കാനായിട്ട് സാധ്യത കാണുന്നു. കുടുംബത്തിലുള്ളവരുമായിട്ട് കലഹിക്കാനും ആ കലഹം വലിയ അന്തഃഛിദ്രത്തിലോട്ട് എത്തിച്ചേരാനുമൊക്കെ സാധ്യത കാണുന്നുണ്ട്. പങ്കാളിയുമായിട്ടും വഴക്കിടാനുള്ള സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ ബന്ധം വിട്ട് പിരിയുന്നതിലേക്ക് വരെ എത്തിച്ചേർന്നേക്കാം. അതുകൊണ്ട് ഏറ്റവും അധികം ആത്മസംയമനം പാലിക്കേണ്ട ഒരു ദിവസമായിരിക്കുമെന്ന്. സ്വന്തം ബന്ധുക്കളുടെ കാര്യം പറഞ്ഞ്
ചില വഴക്കുകൾ ഉടലെടുക്കാനൊക്കെ സാധ്യതയുണ്ട്. നമ്മൾ ഏത് സാഹചര്യത്തിൽ ഒത്തുനിൽക്കുന്നുവോ ആ സാഹചര്യത്തോട് ഇണങ്ങിച്ചേരാനാണ് ശ്രമിക്കേണ്ടത്. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടനെ തന്നെ ഇവിടം കളഞ്ഞിട്ട് മാതാപിതാക്കളുടെ കൂടെ പോകാം എന്നുള്ള പുതിയ തലമുറയുടെ തീരുമാനം തെറ്റാണ്. നമ്മൾ ഏറ്റവും അധികം അഡ്ജസ്റ്റ് ചെയ്ത് മുൻപോട്ട് പോയി സ്നേഹത്തോടു കൂടി, സ്നേഹത്തിന് കീഴ്പ്പെടുത്താൻ പറ്റാത്തതായിട്ട് യാതൊന്നുമില്ല, സ്നേഹത്തോടു കൂടി മുൻപോട്ട് പോയാൽ ഏത് കാര്യവും അനായാസേന ചെയ്തു തീർക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുമ്പോട്ട് പോവുക. വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ഈശ്വരനെ പ്രാർത്ഥിക്കുക. എല്ലാത്തിലും ഒരു നല്ല തീരുമാനം കൈക്കൊള്ളുക. വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം അത്ര പ്രതികൂലമല്ലാത്തൊരു ദിവസമാണ്. പല കാര്യങ്ങളും നടത്താനായിട്ട് സാധ്യതയുണ്ട്. രാവിലെ മുതൽ ഉച്ചവരെ വളരെ ശാന്തവും സമാധാനപരവുമായിട്ടും കാര്യങ്ങൾ മുൻപോട്ട് പോകുമെങ്കിലും ഉച്ചയോടുകൂടി മാനസികമായി സംഘർഷമുണ്ടാകുന്ന ചില അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാനായിട്ട് സാധ്യതയുണ്ട്. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്കും മാനസിക ക്ലേശം അനുഭവിക്കുന്നവർക്കും അത് അധികരിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതിനുള്ള ഉചിതമായ മരുന്നുകൾ സ്വീകരിക്കുകയും അതിന് ഉചിതമായ ഡോക്ടർമാരെ കാണുകയും ചെയ്യേണ്ടതാണ്. അതേപോലെ സന്താനങ്ങളെ കൊണ്ട് വളരെയധികം മനപ്രയാസം ഉണ്ടാകുന്നൊരു ദിവസമായിരിക്കുമെന്ന്. കുട്ടികളുടെ അനുസരണക്കേടും അവരുടെ വിപരീതമായ പെരുമാറ്റവുമൊക്കെ നമ്മെ വളരെ വേദനിപ്പിച്ചേക്കാം. എന്നാലും വളരെ സ്നേഹത്തോടു കൂടി തന്നെ അതെല്ലാം അടക്കി വെച്ച് അവരോട് പെരുമാറുക. അപ്പോൾ അവർ വളരെ സ്നേഹമുള്ളവരായി നമ്മുടെ കൂടെ വരുന്നു. അനാവശ്യമായി കുട്ടികളെ ശകാരിക്കുകയും എപ്പോഴും അവരുടെ കുറ്റങ്ങൾ എടുത്തു പറയുകയും ചെയ്യുന്നതൊക്കെ ഒഴിവാക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഗുണം ചെയ്യും. മറ്റ് ചില സാമ്പത്തിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഊഹക്കച്ചവടം, ഷെയർ, ഇതൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് കാണുന്നു. സാമ്പത്തികമായി ഇന്ന് ബുദ്ധിമുട്ടൊന്നും കാണുന്നില്ല. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായി തന്നെ കാണുന്നു. സാമ്പത്തികമായിട്ട് ഭദ്രത വന്നു എന്നുള്ള ഒരു സമാധാനവും അപ്രതീക്ഷിതമായ ധനാഗമനവും കാണുന്നു. പുതിയ വാഹനം വാങ്ങാനോ വീട് വാങ്ങാനോ ഉള്ള തീരുമാനം ഉറച്ചതാകാൻ സാധ്യതയുണ്ട്. ബന്ധുമിത്രാദികളെ കാണാത്തതിലുള്ള ചില പ്രശ്നങ്ങൾ മൂലം പ്രയാസങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. വിദേശയാത്ര ചെയ്യുന്നവർക്കും വിദേശത്തിരിക്കുന്നവർക്കും വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. ശാന്തമായ ഒരു അന്തരീക്ഷം കുടുംബത്തിലും കളിയാടുന്നതായി കാണാം. പങ്കാളിയുമായി ഉണ്ടായിരുന്ന കലഹങ്ങളെല്ലാം പറഞ്ഞു തീർക്കുന്നതായി കാണുന്നു. ദൂരയാത്രയ്ക്ക് വെറുതെ ചുറ്റി അടിക്കുക, പിക്നിക്ക്, ഇതിനൊക്കെ ഉള്ള സാഹചര്യം കാണുന്നുണ്ട്. അത് വളരെയധികം എൻജോയ് ചെയ്യുന്നതാണ്. ഇന്ന് നിയമപരമായ ചില കാര്യങ്ങൾ അനുകൂലമായി വരുന്ന ദിവസമാണ്. കേസ് വഴക്കിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇന്ന് അനുകൂലമായ ദിവസമായിരിക്കും. നമുക്ക് അനുകൂലമായി വിധി പ്രഖ്യാപിക്കുന്ന ദിവസമായിരിക്കും. അതേപോലെ ജോലി ഭാരം കൊണ്ട് വളരെയധികം അസ്വസ്ഥതകൾ മനസ്സിനും ശരീരത്തിനും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിശ്രമം മനുഷ്യന് അത്യാവശ്യ ഘടകമാണ്. വിശ്രമിക്കുക, ആവശ്യത്തിന് വിശ്രമിക്കുക, ആവശ്യത്തിന് ജോലി ചെയ്യുക. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുന്നു. നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം പറയുന്നു. സർവേശ്വരൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.